എല്ലാ ഷിഫ്റ്റിലും ഈ കഴിഞ്ഞ വർഷത്തെ എക്സാമിൽ 2 ക്വസ്റ്റ്യൻസ് വീതം ഈ ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സോ വളരെ ഈസി ആയിട്ട് മനസ്സിൽ തന്നെ നമ്മുടെ ആൻസർ 540 ഇവിടേക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമ്മുടെ RRB NTPC എക്സാമിൽ റീസണിങ്ങിൽ വരുന്നൊരു ടോപ്പിക്കാണിത്. സോ പൊതുവേ റീസണിങ്ങിലുള്ള ടോപ്പിക്സ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എല്ലാ ഓപ്ഷൻസും ആനലൈസ് ചെയ്തും അല്ലെങ്കിൽ ഇക്വേഷൻസ് സോൾവ് ചെയ്തും കുറച്ച് സമയം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണ് ഡെഫിനറ്റ്ലി മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സാധാരണ 20 സെക്കൻഡോ അല്ലെങ്കിൽ 40 സെക്കൻഡോ കൊണ്ട് സോൾവ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിലെ ചോദ്യങ്ങൾ വളരെ ഈസിയായി 15 സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കുറച്ച് ട്രിക്സ് ആണ്. അപ്പോൾ RRB NTPCയുടെ 2025 48 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ആനലൈസ് ചെയ്യുന്ന സീരീസ് ആണ് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിലെ 3ാമത്തെ ഭാഗമാണ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. സോ 48 പേപ്പേഴ്സ് ആനലൈസ് ചെയ്തുകൊണ്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിലെ 15 സെക്കൻഡ്സ് കൊണ്ട് ആൻസേഴ്സ് കിട്ടുന്ന വെറും ഈസി ആയിട്ടുള്ള 4 ട്രിക്സ് ആണ് നമ്മുടെ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പേപ്പേഴ്സ് ആനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൽ നിന്നും സാധാരണ 4 ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് ചോദിക്കുക. ഇൻ്റർചേഞ്ച് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ബാലൻസിങ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ലോജിക് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും. സോ ഇതിന് മുൻപ് നടന്നിരിക്കുന്ന ഏതൊരു RRB NTPCയിൽ നിന്നും റീസണിങ്ങിലെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ടൈപ്പ് ആയിരിക്കും എപ്പോഴും ചോദിച്ചിട്ടുണ്ടാവുക. എന്നാൽ 2025 NTPCയുടെ 48 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആനലൈസ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 ടൈപ്സിൽ നിന്നും 2 ടൈപ്പുകളിൽ നിന്നും മാത്രമാണ് കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. സോ ഞാനിവിടെ അതിൻ്റെ ടേബിൾ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കതിവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ വന്നിരിക്കുന്നത് നോക്കിക്കേ, I എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻ്റർചേഞ്ച്ഡ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. സോ ഇവിടെ ജൂൺ 5-ാം തീയതി നടന്ന എക്സാമിൽ 1ാമത്തെ ഷിഫ്റ്റിൽ 3 ക്വസ്റ്റ്യൻസും ഇൻ്റർചേഞ്ചിൽ നിന്ന് വന്നു. 2ാമത്തെ ഷിഫ്റ്റിൽ സബ്സ്റ്റിറ്റ്യൂഷൻ, അതാണ് S2 എന്ന് തന്നിരിക്കുന്നത്. 2 ക്വസ്റ്റ്യൻസ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നിന്നും 1 ക്വസ്റ്റ്യൻ ഇൻ്റർചേഞ്ചിൽ നിന്നും വന്നു. അടുത്ത ഷിഫ്റ്റിലും അതേ പാറ്റേൺ തന്നെ. ഇനി നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഷിഫ്റ്റിൽ മാത്രം, അതായത് ജൂൺ 5-ാം തീയതി 2025 നടന്ന 3 ഷിഫ്റ്റുകളിൽ നിന്നും ടോട്ടൽ നമുക്ക് ഇവിടെ 9 ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൽ നിന്ന് മാത്രം കിട്ടി. സോ നമ്മൾ ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു ഷിഫ്റ്റിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആകെ ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ 2 ഷിഫ്റ്റ് മാത്രമാണ് എക്സെപ്ഷൻ ഉള്ളൂ ക്വസ്റ്റ്യൻസ് വരാതിരുന്നത്. ബാക്കി എല്ലാത്തിൽ നിന്നും നമ്മൾ കണക്ക് കൂട്ടി ആവറേജ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഷിഫ്റ്റിലും ഈ കഴിഞ്ഞ വർഷത്തെ എക്സാമിൽ 2 ക്വസ്റ്റ്യൻസ് വീതം ഈ ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടേബിളാണ് നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത്. സോ 9 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ദിവസങ്ങളുണ്ട്, ചിലതിൽ 7 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ചിലതിൽ 6 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇവിടെ ജൂൺ 20th നടന്ന എക്സാമിൽ മാത്രം ഒരു ക്വസ്റ്റ്യൻ പോലും ഇതിൽ നിന്ന് വന്നില്ല, ഒരു ഷിഫ്റ്റിലും വന്നില്ല. പക്ഷേ അതിന് പകരം ബാക്കിയുള്ള ടോപ്പിക്സിൽ നിന്ന് അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ചോദ്യങ്ങൾ വന്നു. ബാക്കി എല്ലാത്തിലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ നമ്മൾ ഇവിടെ ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ, മൊത്തത്തിൽ വന്നിരിക്കുന്ന ആവറേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 ക്വസ്റ്റ്യൻ പെർ ഷിഫ്റ്റാണ് നമുക്കിവിടെ ആവറേജ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള 4 ട്രിക്സിലൂടെ നമുക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുക നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ സമ്മറൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഇൻ്റർചേഞ്ച്ഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ ഫസ്റ്റ് ഇൻ്റർചേഞ്ചും നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ട്രിക്സിലൂടെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പഠിക്കും. അതിനുശേഷം ബാലൻസിങ്ങും ലോജിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസും കഴിഞ്ഞ ഷിഫ്റ്റിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ വർഷത്തെ എക്സാമിൽ വന്നുകൂടായികയൊന്നുമില്ല. സോ ഇതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇൻ്റർചേഞ്ച് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യണം നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് RRB NTPCയുടെ 2025 കഴിഞ്ഞ വർഷത്തെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൽ നമ്മുടെ 1ാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡിജിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ട്രിക്കാണ്. ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയിരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ അനലൈസ് ചെയ്തോളൂ. ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും
ഞാൻ 48 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവിടെ അനലൈസ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഡിജിറ്റുകൾ ഓപ്ഷൻസ് സെയിം ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 62, 62, 62, 62 എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റാണ് വ്യത്യാസം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഉപയോഗിച്ചിട്ടുള്ളൊരു ട്രിക്കാണ്, ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ നമുക്ക് കിട്ടുന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഇൻ്റർചേഞ്ച് എന്താണെങ്കിലും ക്വസ്റ്റ്യൻ വായിക്കുന്ന കൂടെ തന്നെ നമുക്കതൊന്ന് ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യം വാട്ട് വിൽ കം ഇൻ ദി പ്ലേസ് ഓഫ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇഫ് പ്ലസ് ആൻഡ് മൈനസ് ആർ ഇൻ്റർചേഞ്ച്ഡ് ആൻഡ് ഇൻറ്റു ആൻഡ് ഡിവിഷൻ ആർ ഇൻ്റർചേഞ്ച്ഡ്. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സുകൾ നമുക്ക് ഇവിടേക്ക് യൂസ് ചെയ്യണം. സോ ഡിവിഷന് പകരം ഇൻറ്റു കൊടുക്കുന്നു, പ്ലസിന് പകരം മൈനസ്, ഇൻറ്റുവിന് പകരം ഡിവിഷൻ, മൈനസിന് പകരം പ്ലസ്. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഇത് മാത്രമാണ് ചെയ്യാനുള്ളൂ. ഇനി ഇതിൻ്റെ കോൺസെപ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രം പറയാം. നമ്മളെപ്പോഴും ബോഡ്മാസ് റൂൾ വെച്ചിട്ടാണ് സോൾവ് ചെയ്യുക. സോ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോഴും ഡിവിഷൻ ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 384 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ആദ്യം 1 പോകും, 2 പോകും, 8 പോകും. സോ 128 കിട്ടും. 121 ഇൻറ്റു 6 എങ്ങനെ ചെയ്യും? 120 ഇൻറ്റു 6 ചെയ്താൽ 720. 720 പ്ലസ് 1 ഇൻറ്റു 6 ചെയ്താൽ 6 തന്നെ കിട്ടും. അപ്പോൾ നമുക്കിവിടേക്ക് 726 കിട്ടും. സോ മൈനസ് ഓഫ് 128 പ്ലസ് 31. ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്കിത് മുഴുവൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റുകൾ മാത്രം യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടേക്ക് 6 പ്ലസ് 1 ചെയ്തിട്ടുണ്ടെങ്കിൽ 7 കിട്ടും. 7 മൈനസ് 8 ചെയ്ത ആൻസർ എന്തായാലും ലാസ്റ്റ് ഡിജിറ്റ് 9 മാത്രമേ വരുള്ളൂ. സോ ഓപ്ഷൻ നമ്പർ 3യിലാണ് ലാസ്റ്റ് ഡിജിറ്റ് 9 വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഓപ്ഷൻ നമ്പർ 3യിലുള്ള 629 ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനാണ് ഇത്രയും സമയത്തിൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങൾ ഈ ഒരു ട്രിക്ക് മനസ്സിൽ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസിലൂടെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി വീണ്ടും അതേ ടൈപ്പ് വരുന്ന, അതായത് ഇൻ്റർചേഞ്ച് ബേസ്ഡ് ആയിട്ട് വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ. വീണ്ടും ഇതും 2025 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെയും നമ്മുടെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാട്ട് വിൽ കം ഇൻ ദി പ്ലേസ് ഓഫ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദി ഫോളോയിങ് ഇക്വേഷൻ ഇഫ് പ്ലസ് ആൻഡ് മൈനസ് ആർ ഇൻ്റർചേഞ്ച്ഡ് ആൻഡ് ഇൻറ്റു ആൻഡ് ഡിവിഷൻ ആർ ഇൻ്റർചേഞ്ച്ഡ് അല്ലേ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ചേഞ്ചസ് വരുത്താം. ഡിവിഷന് പകരം ഇൻറ്റു, മൈനസിന് പകരം പ്ലസ്, ഇൻറ്റുവിന് പകരം ഡിവിഷൻ, പ്ലസിന് പകരം മൈനസ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ ട്രൈ ചെയ്യണം. 75/5 ചെയ്താൽ നമ്മുടെ ആൻസർ എത്ര കിട്ടി? നമുക്കിവിടേക്ക് 15 കിട്ടി. 45 ഇൻറ്റു 12 ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് ആൻസർ കിട്ടുക? അപ്പോൾ ഇവിടെ നമുക്ക് 45 ഇൻറ്റു 12 എന്നതിനെ ഞാനൊരു മൈൻഡ് ട്രിക്കിലൂടെയാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിൽ സ്വന്തം ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 45 ഇൻറ്റു 12 ഇതുപോലെ 2 ഡിജിറ്റ് നമ്പേഴ്സ് വരുമ്പം അതിൽ ഏറ്റവും എളുപ്പം അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഈ 45നെ ഇൻറ്റു 10 + 2 എന്ന് നമ്മൾ എടുക്കുകയെന്ന് വിചാരിച്ചോ. സോ 45 ഇൻറ്റു 10 എത്രയാണ്? 450. 45 ഇൻറ്റു 2 90 അല്ലേ. രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 540 എന്ന് കിട്ടും. സോ വളരെ ഈസി ആയിട്ട് മനസ്സിൽ തന്നെ നമ്മുടെ ആൻസർ 540 ഇവിടേക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, 540 പ്ലസ് 15 മൈനസ് ഓഫ് 13 ഇത്രയാണ് നമുക്ക് ആകെ ചെയ്യാനുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുക നോക്കിക്കേ. ഇവിടെ 0 + 5 ചെയ്താൽ 5 കിട്ടും. 5 - 3 ചെയ്താൽ ലാസ്റ്റ് ഡിജിറ്റ് 2 വരും. ഒറ്റ ആൻസറിലാണ് ലാസ്റ്റ് ഡിജിറ്റ് 2 വന്നിട്ടുള്ളൂ. സോ വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്കിവിടെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് മേ ബി ഒരു 10-15 സെക്കൻഡ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ഈ മെത്തേഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതായിട്ട് നമ്മുടെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ടൈപ്പിൻ്റെ പേര് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ്. സോ ഇതിൽ നിന്നും ധാരാളം ചോദ്യങ്ങളും 2025 എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷനിലെ ഒന്നാമത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ സോ ഇവിടെ എടുക്കുന്നുണ്ട്. RRB NTPC ഇത് 2025 ക്വസ്റ്റൻ ആണ് കേട്ടോ, 21 അല്ല 25 തന്നെ ക്വസ്റ്റൻ ആണിത്. സോ അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നു ഇഫ് പ്ലസ് മീൻസ് മൈനസ്, മൈനസ് മീൻസ് ഇൻറ്റു, ഇൻറ്റു ഇസ് ഡിവിഷൻ ആൻഡ് ഡിവിഷൻ മീൻസ് പ്ലസ്, വാട്ട് വിൽ കം ഇൻ ദി പ്ലേസ് ഓഫ് ദ ക്വസ്റ്റൻ മാർക്ക്. സോ അപ്പോൾ ഇവിടെ ഓരോ സിമ്പിളിനും പകരം നമ്മൾ മറ്റൊരു സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ക്ലിയർ? അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്വസ്റ്റൻ വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ
ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ജസ്റ്റ് ചെയ്തു പോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലസ് മീൻസ് മൈനസ്, പ്ലസ് കാണുന്ന സ്ഥലത്ത് മൈനസ് ഇട്ട് കൊടുത്തു, മൈനസ് മീൻസ് ഇൻറ്റു, ഇവിടെ ഇൻറ്റു ഇട്ട് കൊടുത്തു, ഇൻറ്റു മീൻസ് ഡിവിഷൻ ആൻഡ് ഡിവിഷൻ മീൻസ് പ്ലസ്. ഇനി നേരെ ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ ചെയ്യണം അല്ലേ. സോ 258നെ 2 വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിനുശേഷം ഇവിടെ 2 ഇൻറ്റുവും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോം വരിക. ഞാൻ ജസ്റ്റ് എഴുതി കാണിച്ചു തരാം. ഇവിടേക്ക് 2 ഇൻറ്റു 258/2 ഇത് രണ്ടും ക്യാൻസലായി പോവും. സോ ഇതിനെയും ക്യാൻസലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 258 മാത്രമേ ഉള്ളൂ. സോ 502 പ്ലസ് 78 മൈനസ് 258. 2 പ്ലസ് 8 ചെയ്താൽ 0. 0യിൽ നിന്ന് 8 പോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 2 വരും അല്ലേ. അപ്പോൾ രണ്ട് ഓപ്ഷൻസിൽ 2 ഉണ്ട്, ഇല്ലാത്ത രണ്ടും എലിമിനേറ്റ് ചെയ്തു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇവിടെ 500ഉം 258ഉം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ 74,000 എന്ന് പറയുന്ന ഒരു 5 ഡിജിറ്റ് നമ്പർ ആൻസർ കിട്ടുമോ? എന്തായാലും വരില്ല. സോ ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസർ വളരെ ഈസി ആയിട്ട് 322 ആണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റനിൽ ആക്ച്വലി രണ്ട് ഓപ്ഷൻസിൽ ലാസ്റ്റ് ഡിജിറ്റ് ഇവിടെ 2 വന്നു. പക്ഷേ നമുക്ക് ഈ ക്വസ്റ്റൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നമ്പേഴ്സിൻ്റെ റേഞ്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും അല്ലേ. 500ൽ നിന്നും 200 സംതിങ് പോയിട്ടുണ്ടെങ്കിൽ 300ൻ്റെ അടുത്ത് തന്നെയാണ് ആൻസർ വരുള്ളൂ. സോ ഓപ്ഷൻ 3 ആണ് ഈ ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതും വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇവിടെ സോൾവ് ചെയ്തെടുത്തു. ഇനി അടുത്തതായിട്ട് ഇതേ ടൈപ്പ് വരുന്ന മറ്റൊരു ക്വസ്റ്റൻ കൂടെ നോക്കാം. ഇത് വീണ്ടും 2025 നിന്നും എടുത്തിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഇവിടെ ആൽഫബറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമിന് നിങ്ങൾ ശരിക്കും സോൾവ് ചെയ്യുന്ന പോലെ ക്വസ്റ്റൻ വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുകയാണ് കേട്ടോ. എസ് സ്റ്റാൻഡ്സ് ഫോർ മൈനസ്, എസിൻ്റെ അടുത്ത് മൈനസ്, Q4 ഇൻറ്റു, ക്യൂവിൻ്റെ അടുത്ത് ഇൻറ്റു, R4 ഡിവിഷൻ, ആറിൻ്റെ അടുത്ത് ഡിവിഷൻ, P4 പ്ലസ്. അപ്പോൾ ക്വസ്റ്റൻ വായിച്ച കൂട്ടത്തിൽ തന്നെ നമുക്കിവിടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ പ്ലേസിൽ എന്ത് വരും എന്ന് കണ്ടുപിടിക്കണം. സോ ഇവിടെ ഡിവിഷൻ 5 ആണ്. 5/2 ഇൻറ്റു 2 നേരത്തെ ചെയ്ത പോലെ 5/2 ഇൻറ്റു 2 ചെയ്താൽ നമ്മുടെ ആൻസർ ഇവിടേക്ക് എത്ര കിട്ടും? ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ 5 തന്നെ വരും. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനി ഇവിടേക്ക് നമുക്ക് വന്നിരിക്കുന്നത് 45 ആണ്. 45 ആണ് കേട്ടോ. സോ 1 + 45 - 4. വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. 46 - 2 ചെയ്താൽ 42 എന്ന് കിട്ടും. സോ ഓപ്ഷൻ നമ്പർ 2ലുള്ള 42 വളരെ ഈസി ആയിട്ട് ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് ടൈപ്പാണ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനും ഇൻ്റർചേഞ്ചും പഠിച്ചു. ഇനി നമുക്ക് കഴിഞ്ഞ സെഷനിൽ, കഴിഞ്ഞ 2025ൻ്റെ എക്സാമ്പിൾ ചോദിച്ചിട്ടില്ല ഇനി പറയുന്ന രണ്ട് ടൈപ്പുകളും. പക്ഷേ അതിൻ്റെ അർത്ഥം ഈ വർഷമൊന്നും ചോദിക്കില്ല എന്നല്ല. സോ ഈ ടൈപ്പാണ്, ഈ ബാലൻസിങ് എന്ന് പറയുന്ന ടൈപ്പാണ് ചോദിക്കുന്നതെങ്കിൽ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ട്രിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നോർമലി ഓപ്ഷൻസ് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 45 സെക്കൻഡ്സ് നിങ്ങൾക്ക് മിനിമം എടുക്കും. അത് ഫിനിഷ് ചെയ്യാനുള്ള, അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ട്രിക്കാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് RRB NTPCയുടെ അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ നോക്കാം. ഇന്റർചേഞ്ചിങ് വിച്ച് 2 സൈൻസ് വിൽ മേക്ക് ദ ഫോളോയിങ് ഇക്വേഷൻ കറക്റ്റ്? ഏതൊക്കെ സൈനുകൾ ഇന്റർചേഞ്ച് ചെയ്താലാണ് ഇവിടെ ഇക്വേഷൻ കറക്റ്റ് ആവുക? അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ട്രിക്കിൻ്റെ പേരാണ് ഡിവിസിബിലിറ്റി. അപ്പോൾ എന്താണ് ഈ ഡിവിസിബിലിറ്റി നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്കിങ്ങനെ ഒരു ഇക്വേഷൻ തന്നു. 5 + 2 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു, ആൻസർ എത്രയായിട്ട്? ഇവിടെ 4 × 2 8 കിട്ടും. നമ്മുടെ ആൻസർ ഇവിടേക്ക് 8 + 5 ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി 13 കിട്ടും. ഓക്കെ, ഇനി അതേസമയം ഞാനിതിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടേക്ക് ഒരു ഓപ്പറേറ്റർ കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്ന ഓപ്പറേറ്റർ ഡിവിഷൻ ആണ്. സോ അപ്പോൾ ഇവിടേക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 5 + 2 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ആൻസർ എത്രയാണ് കിട്ടുക? ഇതിനെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി 5 + 4 ചെയ്താൽ ആൻസർ 9 എന്ന് കിട്ടുക അല്ലേ. അതേസമയം ഞാനിവിടെ ഈ 2ന് പകരം ഞാനിവിടെ 3 വെച്ചിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മുടെ ആൻസർ ഇവിടെ എത്രയായിരിക്കും? ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടേക്ക് 4/3 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ കിട്ടും. അപ്പോൾ 4/3യുടെ വാല്യൂ എത്രയാണ്? 0.75. സോ 0.75 ഇൻറ്റു 2 ചെയ്താൽ 1.5 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടേക്ക് എത്ര വരും? 5 + 1.5 അല്ലെങ്കിൽ 6.5 എന്ന് വരും. സോ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ തന്നിരിക്കുന്ന ഡിവിഷൻ കംപ്ലീറ്റ് ആകണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടെ ഒരു ഹോൾ നമ്പർ ആൻസർ ആയിട്ട് വരുള്ളൂ.
ക്ലിയർ? അപ്പോൾ എവിടെയൊക്കെ നിങ്ങൾക്ക് ഡിവിഷൻ കംപ്ലീറ്റ് ആകാതെ പോകുന്നോ അവിടെയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഒന്നെങ്കിൽ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡെസിമൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെ സൈനുകൾ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്താലാണ് ഇക്വേഷൻ ബാലൻസ് ആവുക എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ RHSൽ വന്നിരിക്കുന്ന നമ്പർ ഹോൾ നമ്പർ ആണോ അല്ലയോ എന്ന് നോക്കുക. 77 ഡെസിമലും അല്ല ഫ്രാക്ഷനും അല്ല അല്ലേ, ഇതൊരു ഹോൾ നമ്പർ ആണ്. അപ്പോൾ ഇതിവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡിവിഷൻ കംപ്ലീറ്റ് ആവണം. ഇവിടെ നിങ്ങളൊന്ന് നോക്കിക്കേ, ഡിവിഷൻ ഇവിടെയാണ് വന്നിട്ടുള്ളത്. 5 × 15 / 7 ഡിവിസിബിൾ ആണോ? അല്ല. സോ ഇത് ഡിവിസിബിൾ ആകാതെ ഇവിടെ ഒരിക്കലും നമുക്ക് ആൻസറിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു ഹോൾ നമ്പർ കിട്ടില്ല. സോ നമ്മളിവിടെ ചെയ്യേണ്ട ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത് ജസ്റ്റ് ഡിവിഷനാണ്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇവിടെ ഡിവിഷനും ഇൻറ്റും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇവിടേക്ക് 5 / 15 × 7 എന്ന് കിട്ടും. ഇങ്ങനെ നമ്മൾ ക്യാൻസൽ ചെയ്താലും 7/3 എന്ന് കിട്ടും. 7/3യുടെ വാല്യൂ നമുക്ക് അറിയാം, അത് വീണ്ടും ഒരു ഡെസിമൽ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആണ്. അതിൽ നിന്ന് ഇനിയും ആൻസർ കിട്ടില്ല. അടുത്ത ഇൻ്റർചേഞ്ചിൻ്റെ വാല്യൂ ഡിവിഷനും പ്ലസ്സും ആണ്. അപ്പോൾ ഇവിടെ പ്ലസിൻ്റെ സ്ഥാനത്ത് 20 + 4ൻ്റെ സ്ഥാനത്ത് നമുക്ക് അവിടെ ഡിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 20/4 ചെയ്താൽ /5 ചെയ്യുമ്പോൾ ഡിവിസിബിൾ ആയിരിക്കും. സോ നേരെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ സി ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ ഈ മൈനസ് ആൻഡ് പ്ലസ് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, കാരണം മൈനസും പ്ലസും മാറിയാലും 15/7 ഡിവിസിബിൾ ആവില്ല, ആൻസർ കിട്ടില്ല. പ്ലസും ഇൻറ്റും നോക്കേണ്ട കാര്യമില്ല, അത് മാറിയാലും 15/7 ഡിവിസിബിൾ അല്ല. ഈ ഡിവിഷൻ എപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നോ അപ്പോൾ മാത്രമാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം നമുക്കിവിടേക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, സോ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പ്ലസും ഡിവിഷനുമാണ്. സോ 5 × 15 അതിന് മാറ്റം വരില്ല. ഡിവിഷന് പകരം ഇവിടേക്ക് +7 വരും. -20 / 4 ആണ് നമ്മളിവിടേക്ക് ചെയ്യുന്നത്. ക്യാൻസൽ ചെയ്ത് നോക്കാം. ഇത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടേക്ക് 5 കിട്ടും. 5 × 15 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്രയായിട്ട്? ഇവിടെ നമുക്ക് 75 കിട്ടും അല്ലേ? അപ്പോൾ ഇവിടേക്ക് 75 കിട്ടി. നെക്സ്റ്റ് നമുക്ക് ഈ +7 -5 ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ വളരെ സിമ്പിളായിട്ട് കിട്ടും. ഇവിടെ എത്ര വ്യത്യാസം? 2 എന്നാണ് വന്നിട്ടുള്ളത്. സോ 75 + 2 ചെയ്താൽ 22. വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ്റെ 22 അല്ല 77 ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ വളരെ ഈസി ആയിട്ട് നമുക്കിവിടേക്ക് കിട്ടും. ഓക്കെ, സോ ഓപ്ഷൻ സി തന്നെയാണ് ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, ഇത് വീണ്ടും RRB NTPCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കിക്കേ, ഇൻ്റർചേഞ്ചിങ് വിച്ച് 2 സൈൻസ് വിൽ മേക്ക് ദ ഗിവൻ ഇക്വേഷൻ കറക്റ്റ്. ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ സൈനുകൾ ഇൻ്റർചേഞ്ച് ചെയ്താലാണ് ഇക്വേഷൻ കറക്റ്റ് ആവുക? സോ = 2 ഹോൾ നമ്പർ കിട്ടണം. ഓൾറെഡി 63 / 7 ഡിവിസിബിൾ ആണ് അല്ലേ? അപ്പോൾ പിന്നെ ഡിവിഷനെ മാറ്റേണ്ട കാര്യമുണ്ടോ? ഇവിടെ നമുക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ 3/46 കിട്ടും, അതിൽ നിന്ന് ആൻസർ കിട്ടില്ല. ഇവിടെ ഡിവിഷനും ഇൻറ്റും മാറ്റിയാൽ 5/3 കിട്ടും, അവിടെയും നമുക്ക് ആൻസർ കിട്ടില്ല. സോ ഇവിടെ ഡിവിഷനെ മാറ്റേണ്ട കാര്യം ആക്ച്വലി ഇല്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇൻറ്റുവും പ്ലസും ഇൻറ്റുവും മൈനസും ആണ്. അപ്പോൾ ഇൻറ്റുവും മൈനസും നമ്മൾ മാറ്റുന്ന സമയത്ത് നമ്മുടെ ആൻസർ എത്രയാണ് കിട്ടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഇവിടെ ഓപ്ഷൻ ഡി ചെയ്ത് കഴിയുമ്പോൾ ഇവിടേക്ക് 3 × 46 എന്ന് കിട്ടും. 5 - 3 × 46 അല്ലേ? 3 × 40 ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആൻസർ 120ൻ്റെ അടുത്തേക്ക് പോകും. സോ 120യുടെ അടുത്ത് നിന്നും 63 ചെയ്ത് കഴിഞ്ഞാൽ 2 പോലെ ഒരു സിമ്പിൾ നമ്പർ നമുക്ക് ആൻസർ കിട്ടാൻ ചാൻസ് ഉണ്ടോ? വളരെ കുറവാണ്. അപ്പോൾ ഈ ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ ആവാനുള്ള സാധ്യതയില്ല. ഇനി നമുക്ക് ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷൻ ബി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓപ്ഷൻ ബിയിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? 63/7. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ 9 എന്ന് കിട്ടി. സോ 9 × 5 + 3 - 46. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ, ഡയറക്റ്റ്ലി നമുക്ക് കിട്ടും ആൻസർ അല്ലേ? 9 × 5 45 ആണ്, +3 48 -2 ചെയ്യുമ്പോൾ നേരെ 2 തന്നെ ആൻസർ ആയിട്ട് വരും. സോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനും നമ്മൾ എല്ലാ ഓപ്ഷൻസും അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല. റോങ് ഓപ്ഷൻസിനെ നമുക്ക് ഇവിടെ എലിമിനേറ്റ് ചെയ്ത് കളയാം. അത് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഇവിടേക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോവാം. നമ്മുടെ അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ലോജിക് ബേസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ ലോജിക് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ
ഇവിടെ നമുക്ക് ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ തരും. അതിലെ എല്ലാ അരിത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സും നമ്മൾ 1 by 1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ ബാലൻസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ടൈപ്പിലുള്ളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ ഡിവിസിബിലിറ്റി മാത്രം നോക്കിയാൽ മതി. ഓക്കെ, സോ ഫസ്റ്റ് കറക്റ്റ് ദ മാത്തമാറ്റിക്കൽ സിമ്പിൾസ് ഫ്രം ദ ഗിവൻ ഓൾട്ടർനേറ്റീവ്സ്, ചേഞ്ച് ദ സൈൻ ബൈ ചൂസിങ് കോമ്പിനേഷൻ ആൻഡ് ഗെറ്റ് എ ബാലൻസ്ഡ് ഇക്വേഷൻ. 25 star 5 star 35 star 20 star 2. സോ ഇവിടെ എല്ലാ ഓപ്ഷൻസിലും ഡിവിഷൻസ് വരുന്നുണ്ട്. ഏത് ഡിവിഷനാണ് പ്രോപ്പർലി ഡിവിസിബിൾ ആവാൻ നോക്കുക, അത് മാത്രമാണ് ശരി ഉത്തരമാവുള്ളൂ. ആദ്യത്തെ ഓപ്ഷനിൽ ഇവിടെ 35 by 20 എന്നാണ് നമുക്ക് ഇവിടേക്ക് കിട്ടുന്നത് അല്ലേ. സോ അങ്ങനെയല്ലേ വന്നിട്ടുള്ളത് നോക്കിക്കേ. 25 ഈക്വൽ ടു 5 into 35 ഡിവൈഡഡ് ബൈ 20. ക്യാൻസൽ ചെയ്താൽ ഇവിടെ 4 കിട്ടും. അപ്പോഴും ഡിവിസിബിൾ അല്ല, ആൻസർ തെറ്റ്. ഓക്കെ, ഇനി ഇവിടെ ലാസ്റ്റ് 20/2 ഇതിൽ ഡിവിസിബിൾ ആണ്. ഇനി അടുത്തതിൽ 25/5 ഡിവിസിബിൾ ആണ്. അടുത്തതിൽ 25 into 5/35 ഇത് ഡിവിസിബിൾ ആണോ? ഇതും ഡിവിസിബിൾ അല്ല. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഈ രണ്ട് ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ നമുക്ക് എത്രയായിട്ട് 25 + 5 = 35. ആദ്യത്തേന്ന് വെച്ചാൽ ഓപ്ഷൻ ബിയിലാണ് കേട്ടോ. 35 into 20 ഡിവൈഡഡ് ബൈ 2. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഇതിനെ നമുക്ക് 10 കിട്ടും. ഇത് 350 ആണ്. ഇതൊരിക്കലും ഇതുമായിട്ട് കറക്റ്റ് ആവില്ല. സോ ഈ ഓപ്ഷനും തെറ്റ്. സോ ഡയറക്റ്റ്ലി ഓപ്ഷൻ സി ആണ് ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ഡയറക്റ്റ്ലി ഇത്രയും ചെയ്ത് നിർത്താം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊന്ന് വെരിഫൈ കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ വെരിഫിക്കേഷൻ കൂടെ ജസ്റ്റ് ഒന്ന് ചെയ്യുകയാണ് കേട്ടോ. സോ ഇവിടേക്ക് 25 ഡിവൈഡഡ് ബൈ 5 + 35 is equal to 20 into 2. ഡയറക്റ്റ്ലി ക്യാൻസൽ ചെയ്താൽ 5 കിട്ടും. 5 + 35 എത്രയാണ്? 40 is equal to 40 എന്ന് കിട്ടും. സോ ഓപ്ഷൻ നമ്പർ സി ആണ് ഈസിലി ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ചോദ്യം സോൾവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും അതേപോലെ തന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, സെലക്ട് ദി കറക്റ്റ് സെറ്റ് ഓഫ് സിമ്പിൾസ്. ഇതും ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. 21 9 13 7 ചേർന്ന് നമുക്കിവിടെ 195 കിട്ടണം. എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? ഇവിടെ ഓപ്ഷൻസിലെല്ലാം ഡിവിഷൻ ഉണ്ട്. എവിടെയാണ് ഡിവിഷൻ വർക്കൗട്ട് ആവുന്നത് എന്ന് മാത്രം നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ 13 ഡിവൈഡഡ് ബൈ 7 ഡിവിസിബിൾ ആണോ? ഒന്നാമത്തെ ഓപ്ഷനിൽ 13 ഡിവൈഡഡ് ബൈ 7 ഇവിടെ എന്തായാലും ഡിവിസിബിൾ അല്ല. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റില്ല. സോ ഈ ഓപ്ഷൻ എന്തായാലും തെറ്റായിരിക്കും. ഇനി അടുത്തതിൽ 9/13 ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ 13/7 അല്ല, അതെ 9/13 ഡിവിസിബിൾ ആണോ? അല്ല. അടുത്തതിലും 13/7 ഡിവിസിബിൾ ആണോ? അല്ല. അപ്പോൾ ഇതൊന്നും ഇതിൽ വർക്ക് ആവുന്നില്ല. അപ്പോൾ ഡിവിഷൻ ഇല്ലാത്ത ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ ക്വസ്റ്റ്യൻ ആകെ ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ഡി ആയിരിക്കണം ഈ ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരം. എങ്കിലും നമുക്കിതൊന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടേക്ക് 21 into 9 + 13 - 7 is equal to 195. 21 into 9 ചെയ്താൽ 189 കിട്ടും. + 13 - 7 ചെയ്ത് കഴിഞ്ഞാൽ 6 ആണ് അല്ലേ. ആൻസർ 195 തന്നെയാണ്. LHS is equal to RHS. അപ്പോൾ നമ്മൾ ക്രോസ് വെരിഫൈയും ചെയ്തു. സോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഡെഫിനറ്റ്ലി ഓപ്ഷൻ നമ്പർ ഡിയിലുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി ഞാൻ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ ഇവിടെ 64 4 5 8 = 88 എന്നുണ്ട്. അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സിൽ എല്ലാത്തിലും ഡിവിഷൻ ഉണ്ട്. അപ്പോൾ എവിടെ ഡിവിഷൻ്റെ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കറക്റ്റ് കിട്ടുകയെന്ന് ഞാനിപ്പോൾ പഠിപ്പിച്ച ട്രിക്കിലൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയ ആൻസർ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും മസ്റ്റായിട്ടും ഈ വീഡിയോയുടെ താഴെ ജസ്റ്റ് കോമെൻ്റ് ആയിട്ട് ഒന്ന് നോക്കുക. ഓക്കെ, എത്ര പേർക്ക് ട്രിക്ക് മനസ്സിലായി, എത്ര പേർക്ക് ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മുടെ RRB NTPCയുടെ കഴിഞ്ഞ വർഷത്തെ 16 ദിവസങ്ങളിൽ നടന്ന എക്സാമിൻ്റെ 48 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആനലൈസ് ചെയ്തുകൊണ്ടുള്ള ട്രിക്ക് സീരീസ് ഇനിയും കണ്ടിന്യൂ ചെയ്യും. നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം വരെ നമ്മുടെ ട്രിക്ക് സീരീസ് ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് മിസ്സാവാതിരിക്കാൻ നിങ്ങൾ മസ്റ്റായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ഈ ഒരു സെഷൻ്റെ നോട്ട്സും അതുപോലെ വരുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും.
info@shilpabiju എന്നതാണ് എൻ്റെ ടെലഗ്രാം ID. ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് ഡ്രോപ്പ് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിലേക്കും ചാനലിലേക്കും നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. പേഴ്സണലായിട്ട് ആണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. സോ ദാറ്റ് നിങ്ങൾ എക്സാം എന്തോരമാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങളോടൊന്ന് സംസാരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. സോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ചാനൽസ് അവൈലബിൾ ആണ്, അതും ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനി വരുന്ന സെഷനിൽ കൂടുതലായിട്ടുള്ള ടോപ്പിക്സും കൂടുതൽ ട്രിക്സും നമ്മൾ ചെയ്യുന്നതായിരിക്കും. സീരീസ് മിസ്സാവാതെ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കോമെൻ്റ് ആയിട്ട് ആഡ് ചെയ്താൽ മതി. നിങ്ങളുടെ റിക്വസ്റ്റിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നമുക്കിനി അടുത്ത സീരീസിൻ്റെ നെക്സ്റ്റ് ഭാഗത്തിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.